ഹലോ ഗായ്സ്, ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ട് മൂന്നാർക്ക് ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് മൂന്നാറിൽ ഫാമിലി ട്രിപ്പൊക്കെ പോകുന്നത്. സ്റ്റേ കേസിന് പോകുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങൾ വൺ ഡേ ട്രിപ്പായിട്ട് പോയിട്ടുണ്ട്. സോ ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഞങ്ങളൊരു ഞായറാഴ്ചയാണ് ഇത് പോകുന്നത്. അതും 2 hours നമ്മൾ പ്ലാനിങ്ങും പാക്കിങ്ങും ട്രാവലിങ്ങും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നുള്ളതായതുകൊണ്ടിട്ടായിരിക്കണം ഒരു ടെൻഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ടെൻഷനൊക്കെ കയറിയപ്പോൾ നമുക്ക് വിശക്കുമല്ലോ. അപ്പോൾ യാത്ര തുടങ്ങിയതും വിശപ്പായതും നമ്മൾ വണ്ടി സൈഡാക്കി നമ്മൾ ആര്യാസിൽ കയറി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ മതി മുന്നോട്ടുള്ള യാത്ര എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അവർ മൂന്നേരും മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ ആയിരുന്നു. ഞാനൊരു പൂരിയാണ് പറഞ്ഞത്. അപ്പോൾ പൂരി എന്ന് വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചില്ല ഒരു പ്ലേറ്റിൻ്റെ അത്രയുള്ള പൂരി ആയിരിക്കും എനിക്ക് തരണേന്ന്. അത് കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി. പിന്നെ രാത്രി വരെ ഇനി ഒന്നും വേണ്ട എന്നുള്ള രീതിയിലായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ചത്. ഞങ്ങൾ ഓൾറെഡി 4 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു യാത്ര തുടങ്ങിയപ്പോഴേക്കും. അതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് മൂന്നാർ എത്തിയതും. കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഴ കിട്ടി. മഴ ഉള്ളതുകൊണ്ടിട്ട് ഒന്നാമതേ റോഡ് മോശമായിരുന്നു. സോ എല്ലാം കൊണ്ട് ഭയങ്കര ഇരുട്ടൊക്കെ ആയിരുന്നു. കുറച്ച് പാടായിരുന്നു ഈ വഴി മൂന്നാർക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് റൂം എടുത്തു, കിടന്നു. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പിറ്റേന്നാണ് നമ്മൾ റൂമിലെ വ്യൂസൊക്കെ കാണുന്നത്, പുറത്തേക്കുള്ള വ്യൂ കാണുന്നത്. ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിൽ തന്നെയാണ് നമുക്ക് റൂം കിട്ടിയത്. നമ്മൾ പ്രതീക്ഷിച്ചതിലും ലോ ബഡ്ജറ്റായിരുന്നു നമുക്ക് റൂം. എന്നാൽ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടായിരുന്നു. TV ആയാലും ഹീറ്റർ ആയാലും എല്ലാം ഉണ്ടായിരുന്നു. ഹീറ്റർ ഉള്ളത് കൊണ്ടിട്ട് അന്ന് കുളിക്കാൻ പറ്റി. ഹീറ്റർ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ 3 ദിവസത്തെ കുളിയുടെ കാര്യം പറയേ വേണ്ട. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാനുണ്ടായില്ല, കാരണം കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. അങ്ങനെ 2 റൂമായിരുന്നു എടുത്തിരുന്നത്. ഒന്ന് അപ്പനും അമ്മയും ഹെസും, പിന്നെ ഞാനും ഹെയ്സലും റനീസും കൂടിയിട്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ പിന്നെ നമ്മുടെ സ്ഥിരം കാഴ്ചകളാണ് നമ്മൾ ദിവസവും കാണുന്നത്. ഒരു ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഡ്രാമയായിരുന്നു അത്. അങ്ങനെ നമുക്ക് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത്, അതായത് ഒരേ ബിൽഡിങ്ങിലായിട്ടായിരുന്നു ഹോട്ടലും റെസ്റ്റോറൻറ്റും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ ഫുഡ് കഴിക്കാൻ വേണ്ടി വേറെ ഒരു സ്ഥലത്തേക്ക് അന്വേഷിച്ച് പോകേണ്ട അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാം തൊട്ടടുത്ത് തന്നെയായിരുന്നു. ആ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാറും പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് വേറെ ഒരു കുഴപ്പമുണ്ടായില്ല. ഞങ്ങൾ ടൗണിൽ തന്നെ എടുത്തത്. ആദ്യം ഈ കാണുന്ന സിൽവർ ടോപ്പിലാണ് നമ്മൾ ചോദിച്ചത്. അവിടെ ഒരു 12 മണിക്കൂറിന് മാത്രം 8,000 രൂപയാണ് പറഞ്ഞത്. അത് കേട്ടത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് ഫ്രണ്ടിലുണ്ടായ ഈ സ്വിസ് ഗാർഡനിലാണ് നമ്മൾ എന്നിട്ട് റൂം എടുത്തത്. കണ്ടോ, കാറും ആ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല, എന്നാലും ഗൂഗിൾ പറയുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ ഓരോ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴി ഭയങ്കര പ്രകൃതി രമണീയത എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ നമുക്ക് നേച്ചർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാവും, അല്ലാത്തവർക്ക് ഇഷ്ടമാവും, എനിക്കറിയാലോ. അങ്ങനെ നല്ല നല്ല വ്യൂസൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മൾ ഒരു നല്ലൊരു പോയിന്റ് എത്തിയപ്പോഴേക്കും ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വണ്ടി നിർത്തി. നല്ല കാറ്റായിരുന്നു, നല്ല അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി റൂം എടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും, കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല തണുപ്പുണ്ടായിരുന്നു. പുറത്തിറങ്ങാനേ പറ്റുന്നുണ്ടായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതുമായിട്ട് അങ്ങ് യൂസ്ഡായി. എന്നാലും അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. കണ്ടോ, നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തു നിന്ന് അത്യാവശ്യം വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു.
ഇത് റിപ്പിൾ ടീയുടെ ചായ് കഫേ ആണോ? ഇത് ഞങ്ങൾ അങ്ങ് ദൂരത്തുനിന്നേ ഈ ഒരു ബൊഗെയിൻവില്ല കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തെത്താന്നിടത്ത് നിർത്തി ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം എങ്ങനെയാണ് കയറുന്നത്. അങ്ങനെ ചായയും കൂടി മേടിച്ച് കുടിച്ചതാണ്. നല്ല ഭംഗിയായിരുന്നു. അവിടെ ഗാർഡനൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇത് എനിക്കറിയാം, ഈ ബൊഗെയിൻവില്ല കണ്ടിട്ടാണ് കൂടുതലും ആൾക്കാർ ഈ കഫേയിലോട്ട് കയറി വരുന്നത്. അല്ലാതെ ചായ കുടിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. 80% ആൾക്കാരും ഈ ഗാർഡൻ കണ്ടിട്ടാണ് കയറുന്നത്. ഞങ്ങൾ ആദ്യം വരുന്നത് കാന്തല്ലൂർക്കാണ്. അവിടെയും നമുക്ക് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പോകുന്ന വഴി. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ആപ്പിൾ തോട്ടം എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കയറിയത്. പക്ഷെ അവിടെ ആപ്പിൾ ഉണ്ടായില്ല, ആ ഒരു സീസൺ ആയിരുന്നില്ല. ബട്ട് നമുക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഗാർഡൻ്റെ ഉള്ളിൽ എനിക്ക് വെറൈറ്റീസ് ഓഫ് ചെടികളൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചെടികളൊക്കെ കാണുന്നത്. എന്നാലും അത്യാവശ്യം എൻ്റെ കണ്ണിന് ഭംഗി തോന്നിയ കാഴ്ചകളൊക്കെ ഞാൻ എൻ്റെ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇറക്കവും കയറ്റവും ഒക്കെ ആയ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നമുക്ക് നടക്കാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അമ്മയ്ക്ക് ഇത്തിരി പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങണമായിരുന്നു, പിന്നെ കയറ്റം കയറണമായിരുന്നു. ഓറഞ്ചൊക്കെ ഉണ്ടാകുന്നതേ ഉള്ളൂ, കാരണം അതിൻ്റെ ഒന്നും സീസൺ അല്ലായിരുന്നു. എല്ലാ സംഭവങ്ങളും ഉണ്ട്, ബട്ട് ഒന്നും സീസൺ അല്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ വന്ന ടൈം ശരിയായിരുന്നില്ല. അതായത് സീസൺ അല്ലാത്ത സമയത്താണ് നമ്മൾ വന്നത്. അവിടെ നിന്ന് തന്നെ നാടൻ ചെറി തന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാണ് കഴിച്ചവരൊക്കെ പറഞ്ഞത്. അത് ഫ്രീ ആയിട്ടാണ് തന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരുന്ന വഴിക്ക് ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി പോലത്തെ ഒരു സംഭവം കണ്ടു. അവിടെ ചെന്നു. അവിടെ നിന്ന് ഞങ്ങൾ ശർക്കര വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലമൊക്കെ കാണുന്നത്. നമ്മൾ ഇതേപോലെ സ്വന്തം വണ്ടിയിൽ യാത്ര പോകുമ്പോഴേ നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ നിർത്തി പോകാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും കാലം ടൂറിസ്റ്റ് ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. സോ അവർ നമ്മൾ നയിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ ആ നിർദ്ദേശപ്രകാരമല്ലേ നമ്മൾ എവിടെ ഇറങ്ങണം, എവിടെ നിന്ന് കയറണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോയി തുടങ്ങിയപ്പോഴാണ് ആ ഒരു ഫ്രീഡം എന്തെന്ന് മനസ്സിലാകാൻ തുടങ്ങിയത്. ശർക്കരയൊക്കെ 3 തരം ശർക്കരയൊക്കെ അവർ വിൽക്കുന്നുണ്ടായിരുന്നു. എന്താ ചോക്ലേറ്റ് ശർക്കര, നോർമൽ ശർക്കര, പിന്നെ ചുക്ക് ശർക്കര എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ നോർമലാണ് വാങ്ങിയത്. പിന്നെ റേറ്റ് അവിടുത്തെയും ഇവിടുത്തെയും വെച്ച് നോക്കിയാൽ എല്ലാം ഏറെക്കുറെ സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി എന്നേ ഉള്ളൂ. இது ஸ்டார்டிங்கு ஒரு இந்த 10-15 வருஷத்துக்கு முன்னாடி ஒரு 40,000 ஹோல்சேல் கொடுக்கும். ஹோல்சேல் கொடுக்கும் 40,000 இருந்துச்சு. இப்போ 50,000. உண்டை வந்து 50,000. பொடி கருத்துரு வந்து 120 ரூபா. சுக்கு இட்டுதா 1/2 கிலோ 100 ரூபா. சாக்லேட் இட்டுதா 1/2 கிலோ 100. பானியும் குப்பி 100.
അവിടെ അടുത്തൊന്നും ഒരു ഹോട്ടൽ പോലും ഉണ്ടായില്ല. നമ്മൾ തിരിച്ച് മൂന്നാറിൽ ടൗണിൽ തന്നെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടായി. 4 മണി സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വിചാരിച്ചു ഇനി മുന്നോട്ട് പോക്ക് നടക്കില്ല, കാരണം ലേറ്റ് ആയപ്പോഴേക്കും ഇനി എല്ലാം അടച്ചു പൂട്ടിയിട്ടുണ്ടാവില്ലേ. പക്ഷേ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഒരു ഫ്ലവർ ഷോ ഫ്ലവർ ഗാർഡൻ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കയറി അവിടുത്തെ ഫ്ലവേഴ്സൊക്കെ കണ്ടു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റനീസ് പറഞ്ഞു നമുക്ക് ഒരു ഡാം കൂടിയുണ്ട് കാണാൻ, അത് കൂടി കണ്ടിട്ട് വരാം. ഇറങ്ങിയൊന്നും വേണ്ട, ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് അതുവഴി ഇങ്ങ് തിരിച്ചു വരാം, റൂമിലോട്ട് തന്നെ വരാം, എന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നാളെ വീണ്ടും യാത്ര ആരംഭിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു. പിറ്റേന്ന് ഞങ്ങൾ പൂരി തന്നെയാണ് കഴിച്ചത്. ഞങ്ങൾ 3 ദിവസവും പൂരി തന്നെയാണ് കഴിച്ചത്. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ മൂന്നാറിൽ. ആൻഡ് ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ പോവാണ്. ഫസ്റ്റാണ് ഞങ്ങൾ വന്നത് ഇന്നലെ, അതായത് തലേ ദിവസം ഞങ്ങൾ ഒരു എലിഫൻറ്റ് റൈഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാന്. ഒരാൾക്ക് 2000 വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും മാത്രമേ കയറുന്നുള്ളൂ. വെയിറ്റിംഗ് ഏരിയയിൽ വന്നിരിക്കുകയാണ് ഇവർ. പിന്നെ അവിടെ ചെയർ ഉള്ളതുകൊണ്ടിട്ട് അവിടെ ഞങ്ങളുടെ കൂടെ കയറി ഇരുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 2 പേരും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു റൈഡിനൊക്കെ പോകുന്നത്. ആനപ്പുറത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു റൈഡ് പോകുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾക്കുള്ള ആനയെ കൊണ്ടുവന്നിരുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഞങ്ങൾ കയറിയ ആന. അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് മറ്റൊരു വെയിറ്റിംഗ് ഷെഡിലോട്ട് വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ആന ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. ഞങ്ങൾ അതിൻ്റെ പുറത്ത് കയറി. ഫോട്ടോഗ്രാഫിക്ക് ഞങ്ങൾ വേറെ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ഫോണിൽ അവർ ഫോട്ടോ എടുത്ത് തരത്തില്ല എന്ന് പറഞ്ഞു. സോ അവരുടെ അത് ഒരു ബിസിനസ് മൈൻഡ് എന്നൊക്കെ പറയാം. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന വിധം വീഡിയോസൊക്കെ ഞങ്ങൾ എടുക്കാൻ പറ്റത്തില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അവരും ഞങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞങ്ങൾ എവിടെയോ എത്തിയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ മന്തിയും, ഞാനും റനീസും മന്തിയും, പിന്നെ അപ്പനും അമ്മയും സാധാരണ ഊണാണ് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് തിരിച്ച് എറണാകുളം വൈറ്റിലെത്തിയപ്പോഴേക്കും ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് അപ്പോഴേക്കും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അത്രയും യാത്രയൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും, വെയിലൊക്കെ കൊണ്ട് യാത്ര ചെയ്തപ്പോഴേക്കും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീട്ടിലൂടെ നേരെ പോയി. പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് റെസ്റ്റായിരുന്നു. കാരണം പിറ്റേന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.